പുതിയ ഒത്തുതീർപ്പ് നിർദ്ദേശങ്ങൾ അംഗീകരിക്കില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിലെത്താൻ ഇറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒത്തുതീർപ്പ് നിർദ്ദേശങ്ങളിൽ താൻ അതൃപ്തനാണെന്നും ട്രംപ്. ഇറാൻ ഭരണകൂടത്തിനുള്ളിൽ കടുത്ത ഭിന്നതയുണ്ടെന്നും തുടർ സൈനിക നടപടിയോ സമാധാന കരാറോ ആണ് മുന്നിലുള്ള വഴികളെന്നും ഡൊണാൾഡ് ട്രംപ്. നാവിക ഉപരോധം നീക്കിയാൽ തുടർ ചർച്ചകൾക്ക് തയ്യാറെന്നാണ് ഇറാന്റെ നിലപാട്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മധു, ഗുഡ് മോർണിംഗ്. അപ്പോൾ ട്രംപ് ഉപാധികൾ അംഗീകരിക്കാൻ തയ്യാറല്ല അല്ലേ? ഗുഡ് മോർണിംഗ് ഡോക്ടർ ഉന്മേഷ്, അമൃത. അതെ, ഇറാൻ സംഘർഷത്തിന് പരിഹാരം കാണാനുള്ള നയതന്ത്ര നീക്കങ്ങൾ വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണെന്നാണ് ഉള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. പാകിസ്ഥാനാണ് ഇതിന് മധ്യസ്ഥ വഹിക്കുന്നത്. അവർ വഴി ഇറാൻ കൈമാറിയ പുതിയ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് ഇന്ന് രാവിലെ വൈറ്റ് ഹൗസിൽ വെച്ച് പറയുകയുണ്ടായി. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണവും അതുപോലെ ഇറാനെതിരെയായ അമേരിക്കയുടെ ഈ നേവൽ ബ്ലോക്കേഡും ആണ് പ്രധാന തർക്ക വിഷയം. ഇറാന്റെ എണ്ണ വരുമാനം തടയുന്നതിനുള്ള ഉപരോധം തുടരുമെന്ന് ട്രംപ് ഇന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ ഭരണകൂടത്തിനുള്ളിലെ അവരുടെ ഇന്റേണൽ പൊളിറ്റിക്സ് ഒരു ഡീലിലെത്തുന്നതിന് തടസ്സമാകുന്നതെന്നാണ് ട്രംപ് പറയുന്നത്. ഇറാന്റെ നേതൃത്വം നിലവിലെ പല പല ഗ്രൂപ്പുകൾ, അതായത് 2-3 ഗ്രൂപ്പുകളായി പിരിഞ്ഞു നിൽക്കുകയാണെന്നാണ് ട്രംപ് ആരോപിക്കുന്നത്. അതാണ് ഈ കരാറിലെത്താൻ അമേരിക്കയെ കൊണ്ട് സാധിക്കാത്തതെന്നും ട്രംപ് പറയുന്നു. അതേസമയം അമേരിക്ക ഈ ഭീഷണിപ്പെടുത്തുന്ന ശൈലിയൊക്കെ ഉപേക്ഷിച്ചാൽ മാത്രമേ ചർച്ചകൾക്ക് തയ്യാറുള്ളൂ എന്നാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി പറയുന്നത്. അതേസമയം ഇറാനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിച്ചതായി കാണിച്ചുകൊണ്ട് ഒരു കത്ത് വൈറ്റ് ഹൗസ് ഇന്ന് US കോൺഗ്രസിന് കൈമാറിയിട്ടുണ്ട്. എന്നാൽ പശ്ചിമേഷ്യയിൽ നിന്ന് അമേരിക്കൻ സൈന്യം തുടരുമെന്ന് മറുവശത്ത് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ യുദ്ധം തുടരുന്നതിന് മെയ് 1-നകം US കോൺഗ്രസിന്റെ അംഗീകാരം നേടണമെന്ന് ഒരു ഭരണഘടനാപരമായ ഒരു റിക്വയർമെന്റ്, ഒരു ഫെഡറൽ റിക്വയർമെന്റ് ഉണ്ട്. ഈ സമയപരിധി മറികടക്കാനാണ് ഇപ്പോൾ യുദ്ധം അവസാനിച്ചെന്നുള്ള ഒരു വാദം ട്രംപ് ഉയർത്തുന്നത്. നമുക്കറിയാം, ഏപ്രിൽ 7 ഈ സീസ് ഫയർ വന്നതോടുകൂടി ഇറാനിലെ സൈനിക നടപടികൾ ഫലത്തിൽ അവസാനിച്ചതായിട്ടാണ് ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് ഉൾപ്പെടെയുള്ള ട്രംപ് അഡ്മിനിസ്ട്രേഷനിലെ മുതിർന്നവരെല്ലാം അവകാശപ്പെടുന്നത്. അതേസമയം ഈ ഇറാൻ പ്രതിസന്ധിയിൽ അമേരിക്കയ്ക്ക് മുന്നിൽ ഇനി 2 വഴികൾ മാത്രമാണ് ഉള്ളതെന്നാണ് ട്രംപ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകിൽ ഇറാനെ പൂർണ്ണമായും സൈനികമായി കീഴ്പ്പെടുത്തുക, അല്ലെങ്കിൽ ഒരു ഡീലിലെത്തുക. സെൻട്രൽ കമാൻഡ് മേധാവി അഡ്മിറൽ ബ്രാഡ് കൂപ്പറുമായി ഇന്നലെ വൈറ്റ് ഹൗസിൽ ഒരു വിശദമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ട്രംപ് ഈ നയം വ്യക്തമാക്കിയത്. പക്ഷെ അദ്ദേഹം പറയുന്നത് മാനുഷിക പരിഗണന മുൻനിർത്തി യുദ്ധം ഒഴിവാക്കാൻ ആണ് താല്പര്യം. പക്ഷേ ഒരു സൈനിക നീക്കത്തിനുള്ള ഒരു സാധ്യത ട്രംപ് തള്ളിക്കളയുന്നുമില്ല. ശരി, മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.